ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ മൂന്നാമത്തെ പാഠത്തിൻ്റെ പോയിൻ്റ് ടു റിമെമ്പർ ഇതാണ് കേട്ടോ. പോയിൻ്റ് ടു റിമെമ്പർ. ഇൻ ദിസ് ലെസൺ വി ലേൺ ദ ഫോളോയിങ്. ഈ പാഠത്തിൽ നമ്മൾ തുടർന്ന് വരുന്ന കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. ദ മാരിഫ എൻ നക്കിറ. മാരിഫ നക്കിറ നമുക്കറിയാം അല്ലേ. നമ്മൾ ഇസ്മിനെ അതിൻ്റെ എന്താ പറയുക മുൻ പരാമർശമുള്ളത് പരാമർശമില്ലാത്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് നക്കിറ, മറ്റൊന്ന് മാരിഫ. നക്കിറ എന്ന് പറഞ്ഞാൽ ഇൻഡെഫിനിറ്റ് നൗൺ, അതായത് അറിയപ്പെടാത്ത നാമം, അതാണ് നക്കിറ. മാരിഫ എന്ന് പറയുമ്പോൾ മാരിഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനിറ്റ് നൗൺ, അറിയപ്പെടുന്നത് എന്ന് പറയും, അല്ലെങ്കിൽ മുൻ പരാമർശമുള്ളത് എന്നൊക്കെ പറയാം. അപ്പോൾ ഇതിലൊരു പാസേജ് കൊടുത്തിട്ടുണ്ട്. പോയിൻ്റ് ടു റിമെമ്പർ വായിക്കുന്നത് കേട്ടോ. ഇതിലൊരു പാസേജ് കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷിൽ. റീഡ് ദിസ് പാസേജ്. എ മാൻ കെയിം ടു മീ. ഒരാൾ എൻ്റെ അടുത്ത് വന്നു. ആൻഡ് സെഡ് ദാറ്റ് ഹി വാസ് ഹംഗ്രി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അവൻ വിശക്കുന്നവനാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ എ മാൻ കെയിം ടു മീ എന്നാണ് പറഞ്ഞത്. ഏതോ ഒരു മനുഷ്യൻ. അപ്പോൾ ആ മനുഷ്യൻ ഏതാണെന്നറിയില്ല. എ മാൻ, ഏതോ ഒരു മനുഷ്യൻ. അപ്പോൾ ഇവിടെ റജുലുൻ എന്നൊക്കെയാണ് അറബിയിൽ കൊടുക്കുക. എന്താ പറയുക, തെൻവീൻ കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം ഒരാൾ, എ മാൻ എന്നുള്ള അർത്ഥത്തിൽ. അത് നക്കിറയാണ്, ഏതോ ഒരു മനുഷ്യൻ. അപ്പോൾ എ മാൻ എന്നുള്ളത് നക്കിറയാണ്. കെയിം ടു മീ ആൻഡ് സെഡ് ദാറ്റ് ഹി വാസ് ഹംഗ്രി. അദ്ദേഹം പറഞ്ഞു ഞാൻ വിശക്കുന്നവനാണ്. അപ്പോൾ അവൻ എന്നുദ്ദേശിച്ചത് ഈ മനുഷ്യനെയാണ്. അപ്പോൾ ഈ മനുഷ്യൻ ഇപ്പോൾ എന്തായി? ഹി എന്നത് എന്തായി? മാരിഫയായി. ഹി വാസ് എ സ്ട്രേഞ്ചർ. അദ്ദേഹം ഒരു അപരിചിതനായിരുന്നു. അതും മാരിഫയാണ്. ഐ ഗേവ് ദ മാൻ സം മണി. ഞാൻ ആ മനുഷ്യന് കുറച്ച് പൈസ കൊടുത്തു. കണ്ടോ, ഐ ഗേവ് ദ മാൻ, ആ മനുഷ്യന് കണ്ടോ. മറ്റേത് ആദ്യം പറഞ്ഞത് എങ്ങനെ? എ മാൻ, അത് നക്കിറ. അയാളെക്കുറിച്ച് പറഞ്ഞു, അയാൾ ഇവിടെ വന്നു എന്ന് പറഞ്ഞു. പിന്നെ അയാളെക്കുറിച്ച് പറയുമ്പോൾ അയാൾ എന്തായി മാറി? മാരിഫയായി മാറി. ദ മാൻ, ഓക്കെ. ഐ ഗേവ് ടു ദ മാൻ സം മണി. ഞാൻ മനുഷ്യന് കുറച്ച് പൈസ കൊടുത്തു. ഹിയർ എ മാൻ ഈസ് ഇൻഡെഫിനിറ്റ്. അവിടെ തുടക്കത്തിൽ പറഞ്ഞ എ മാൻ, ഏതോ ഒരാൾ, അത് നക്കിറയാണ്. ബിക്കോസ് ഹീ ഈസ് അൺനോൺ ടു യു. കാരണം അയാൾ അറിയപ്പെടാത്തതാണ്. ഒരു മിനിറ്റ് കേട്ടോ. ആൻഡ് ടു യു ലിസണർ, ഒരു മിനിറ്റ്. ഇത് എത്രാമത്തെ ലെസൺ എടുക്കണത്? നമ്മുടെ പുസ്തകത്തില് ഫാത്തിമത്തെ ബാക്കില് 36-ാമത്തെ പേജ് എടുത്താൽ മതി. 8-ാമത്തെ ലെസൺ എന്ന് പറഞ്ഞിട്ട് ബാക്കിലിട്ടാ, പുസ്തകത്തിന്റെ ബാക്കിൽ 69-ാമത്തെ പേജ് അല്ലേ? 36 ഞങ്ങക്ക് പലരും പല പുസ്തകമല്ലേ വൈകിട്ട്. ശബനല്ലേ? ശബനല്ലേ വേറെ ബുക്ക? എന്റെ ചുവപ്പ് കളറുള്ള ബുക്ക. എന്റെ ഫാത്തിമത്താട് സാലിയത്താടൊക്കെ ഒരേ ബുക്ക. അല്ല, 65 നമ്മൾ ഇന്നലത്തെ 69 ഉദ്ദേശിക്കുന്നത് ഫാത്തിമത്ത. എടുക്കണത് 36. പുതിയത് 8-ാമത്തെ പാടാണ് ഇനി എടുക്കണ ഫാത്തിമത്ത. അതിന്റെ പോയിന്റ് റിമെമ്പർ ആണ് ഈ വായിക്കണത്. ഇനി 8-ാമത്തെ പാടാണ് ഫാത്തിമത്ത. 69-ാമത്തെ. അപ്പൊ നമ്മുടെ ബുക്കിൽ ഫാത്തിമത്താണ് ഞാൻ പറഞ്ഞു കേക്ക്. നമ്മുടെ ബുക്കില് ബാക്കില് 36-ാമത്തെ പേജ് എടുക്ക്. ലെസൺ 8 പറഞ്ഞിട്ട്. ശരി കേട്ടാ. അപ്പോൾ എന്ത് പറഞ്ഞിട്ട് എന്ത് പറഞ്ഞത്? ഹീ ഈസ് അൺനോൺ ടു യു ആൻഡ് ടു യുവർ ലിസണർ. അപ്പോൾ കേൾക്കുന്നവനും നിനക്കും ഒക്കെ, ഈ ശ്രോതാക്കൾക്കും ഇയാൾ അജ്ഞാതനാണ്. കാരണം അതുകൊണ്ടാണ് അത് നക്കിറയായത്. ബട്ട് ദ മാൻ ഈസ് ഡെഫിനറ്റ് ബിക്കോസ് ഹി വാസ് ഓൾറെഡി ബീൻ മെൻഷൻഡ്. പിന്നെ ദ മാൻ എന്ന് പറഞ്ഞല്ലോ ലാസ്റ്റ്. അയാൾ പിന്നെ എന്തായി? അത് ഓൾറെഡി പറഞ്ഞത് കൊണ്ട് അത് മാരിഫയായി മാറി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മാരിഫ മനസ്സിലാക്കുന്നത്? ഇപ്പോൾ അറബിയിൽ ഇതിലാണെങ്കിൽ നമ്മൾ റജുലു എന്ന് പറഞ്ഞാൽ നക്കിറാണെന്ന് അറിയാം. അതിലേക്ക് അലിഫ്ലാം ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൽ റജുലു എന്ന് പറഞ്ഞാൽ അത് മാരിഫയാണെന്ന് നമുക്കറിയാം. ഇവിടെ മാരിഫൻ്റെ ഇനങ്ങളാണ് പറയുന്നത്. അക്സാമുൽ മാരിഫയുടെ ഇനങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തേത് പ്രോനൗൺ, ലൈക്ക് ലൊമീറുകളെല്ലാം മാരിഫയാണ്. അന, അന്തി, ഹുവ, ഹുമാ, ഹും, ഹിയ, ഹുമാ, ഹുന്ന. പിന്നെ അറ്റാച്ച്ഡ് പ്രോനൗൺ ആവട്ടെ, എല്ലാം തന്നെ
മാരിഫയാണ്. അടുത്തത് പറയുന്നത് പ്രോപ്പർ നെയിംസ്, ആളുകളുടെ പേരുണ്ടല്ലോ, അലം, പ്രോപ്പർ നെയിം, അതെല്ലാം മാരിഫയാണ്. അഹ്മദു, അൽ ഹിന്ദു, മക്കത്തു ഒക്കെ മാരിഫയാണ്. അടുത്തത് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ, അതായത് സൂചനാനാമങ്ങൾ. ഇസ്മുൽ ഇഷാറ, ഇസ്മുൽ ഇഷാറകളെല്ലാം മാരിഫയാണ്. ഇസ്മുൽ ഇഷാറകളെല്ലാം മാരിഫയാണ്. നെക്സ്റ്റ് നമുക്കറിയാം ഏതൊക്കെയാണെന്ന്. ഹാദ, ദാലിക്ക, ഉലായിക്ക, അതെല്ലാം മാരിഫയാണ്. അടുത്തത് റിലേറ്റീവ് പ്രോനൗൺ, അതായത് ആപേക്ഷിക സർവ്വനാമം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. എന്തായാലും പറയാം ഇസ്മു മൗസൂൽ, അത് അല്ലദി, അല്ലദീന, അല്ലത്തി, അല്ലാത്തി, പിന്നെ നമ്മൾ അതിനായിട്ട് ഉപയോഗിക്കുന്ന മാ, മൻ, അതെല്ലാം തന്നെ മാരിഫകളാണ്. ഇവിടെ മായും മന്നും ചോദ്യം ചോദിക്കുമ്പോൾ ഉള്ളതല്ല കേട്ടാ. ചോദ്യം ചോദിക്കുമ്പോൾ ഉള്ളത് നക്കിറയാണ്. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് പഠിക്കും. ഇവിടെ ഉദ്ദേശിച്ചത് റിലേറ്റീവ് പ്രോനൗണായിട്ട് ഉപയോഗിക്കുന്ന മായും മന്നുമില്ലേ, യാതൊരു, യാതൊരുവൻ എന്നൊക്കെ പറയുന്ന ആ മായും മന്നൊക്കെയാണ് മാരിഫ എന്ന് പറഞ്ഞത്. അടുത്തത് ദ നൗൺ വിത്ത് ആർട്ടിക്കിൾ, അതായത് ആർട്ടിക്കിളിനോട് ചേർന്ന് വന്ന ഇസ്മു, അലിഫ്ലാം ചേർന്ന് വന്നത്. അർ റജുലു, അൽ കിതാബു, ഇത് കേട്ടാ. നെക്സ്റ്റ് ഒരു മിനിറ്റ്. എ നൗൺ വിത്ത് ദ ഡെഫിനറ്റ് നൗൺ ആസ്, അതായത് ഒരു മാരിഫയായ ഒരു ഇസ്മിനോട്, മാരിഫയായ ഒരു ഇസ്മിനോട് ചേർന്ന് വന്ന ഇസ്മ, മാരിഫയായ ഒരു ഇസ്മിനോട് ചേർന്ന് വന്ന ഇസ്മ, അതെങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. മുലാഫായിട്ട്, മുലാഫിൻ ഇലേഹി ആയിട്ടൊക്കെ വരും. അതായത് ആസ് ഇറ്റ് മുലാഫിൻ ഇലേഹി, മുലാഫിൻ ഇലേഹി മാരിഫയാണെങ്കിൽ മുലാഫും മാരിഫയാണ്. അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഇവിടെ കൊടുത്തിട്ടുണ്ട് കിതാബുഹു, അവൻ്റെ പുസ്തകം. അവിടെ കിതാബു എന്നുള്ളത് എന്താണ്, മാരിഫയാണ്. കാരണം അതിലേക്ക് ലൊമീർ ചേർന്ന് വന്നിട്ടുണ്ട്. ലൊമീറുകളെല്ലാം മാരിഫയാണല്ലോ. അടുത്തത് കിതാബു ഹാമിദിൻ, ഹാമിദിൻ്റെ പുസ്തകം. ഇവിടെ ഹാമിദിൻ എന്നത് അലമാണല്ലോ, പ്രോപ്പർ നെയിമാണല്ലോ, അപ്പോൾ അത് മാരിഫയാണ്. അതുകൊണ്ട് തന്നെ കിതാബു മാരിഫയാണ്. ഇനി കിതാബു ഹാദ, ഇതിൻ്റെ പുസ്തകം എന്നൊക്കെ പറയും. ഇതിൻ്റെ പുസ്തകം എന്ന് പറയുമ്പോൾ അവിടെ ഹാദ ഇസ്മുൽ ഇഷാറ മാരിഫയാണല്ലോ, അതുകൊണ്ട് കിതാബു മാരിഫയാണ്. അടുത്തത് കിതാബുല്ലദി ഖറജ, ഇപ്പോൾ പുറപ്പെട്ടതായ യാതൊരുവൻ്റെ പുസ്തകം. അവിടെ അല്ലദി എന്നാണ്. അല്ലദി അവിടെ മുലാഫിൻ ഇലൈഹി ആയിട്ടാണ് ഇസ്മു മൗസൂൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതും എന്താ പറയുക, ഇസ്മു മൗസൂൽ റിലേറ്റീവ് പ്രോനൗണും മാരിഫ ആയതുകൊണ്ട് ആ കിതാബും മാരിഫയാണ്. അടുത്തത് കിതാബുൽ മുദരിസി, അധ്യാപകൻ്റെ പുസ്തകം. അവിടെ കിതാബു മാരിഫയാണ്. കാരണം അതിന് ശേഷം വന്ന മുലാഫിൻ ഇലൈഹി അലിഫ്ലാം ചേർന്ന് വന്നതാണ്, അതുകൊണ്ട് അതും മാരിഫയാണ്. ഇനി പറയുന്നത് എ നൗൺ വിച്ച് ഹാസ് ഇൻഡെഫിനിറ്റ് നൗൺ ആസ് ഇറ്റ്സ് മുലാഫ് ഇലേഹി ഈസ് ഇൻഡെഫിനിറ്റ്. അതായത് നക്കിറയായിട്ടുള്ള ഒരു മുലാഫിൻ ഇലേഹിയാണെങ്കിൽ ആ മുലാഫിൻ ഇലേഹി നക്കിറയാണെങ്കിൽ മുലാഫും നക്കിറയാണ്. കിതാബു താലിബിൻ, ഒരു വിദ്യാർത്ഥിയുടെ പുസ്തകം. ഇവിടെ താലിബിൻ എന്നത് മാരിഫയാണ്, അതുകൊണ്ട് കിതാബു മാരിഫയാണ്. അഫ്വൻ നക്കിറ തെറ്റി. താലിബിൻ എന്നത് നക്കിറയായതുകൊണ്ട് കിതാബുവും നക്കിറയാണ്. ഒരു വിദ്യാർത്ഥിയുടെ പുസ്തകം എന്ന് പറയാം. എ ബുക്ക് ഓഫ് എ സ്റ്റുഡൻറ്റ്. അടുത്തത് ബൈത്തു മുദരിസിൻ, ഒരു അധ്യാപകൻ്റെ വീട്. ഒരു അധ്യാപകൻ്റെ വീട്. ഇവിടെയും മുദരിസിൻ മുദാഫിൻ ഇലൈഹി നക്കിറയായതുകൊണ്ട് ബൈത്തു എന്ന ഇസ്മും നക്കിറയാണ്. എ ഹൗസ് ഓഫ് എ ടീച്ചർ, അങ്ങനെ പറയണം. ഓക്കെ, ശരി. അർത്ഥം പറഞ്ഞാൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. കിതാബു താലിബി എന്ന് പറയുമ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ ഒരു പുസ്തകം, ഒരു വിദ്യാർത്ഥിയുടെ ഒരു പുസ്തകം, അതായത് ഏതോ ഒരു വിദ്യാർത്ഥിയുടെ ഒരു പുസ്തകം. ബൈത്തു മുദരിസി എന്ന് പറയുമ്പോൾ ഒരു അധ്യാപകൻ്റെ ഒരു വീട്, അതായത് ഏതോ ഒരു അധ്യാപകൻ്റെ ഒരു വീട് എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ. ടീച്ചേഴ്സ് ഹൗസ്, രണ്ടും പറയാം, ഓർ മറ്റേതും കൊടുത്തിട്ടുണ്ട്, ടീച്ചേഴ്സ് ഹൗസ്. ഇനി നെക്സ്റ്റ് പോയിന്റ്, 7th പോയിൻ്റായിട്ട് പറയുന്നത് മുനാദനെ കുറിച്ചിട്ടാണ് കേട്ടോ. മുനാദ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹർഫു നിദായിന് ശേഷം വരുന്ന മുനാദ ആണ്. മുനാദ സ്പെസിഫൈഡ് ബൈ നിദായിനാൽ മുനാദ വ്യക്തമാക്കുമ്പോൾ, അതായത് യാ റജുലു എന്ന് പറയുമ്പോൾ നമ്മൾ തെൻവീനെ കളഞ്ഞിട്ടല്ലേ പറയാം. ഓ മനുഷ്യ എന്നൊക്കെ പറയുമ്പോൾ ഓ മാൻ, യാ വലതു ഓ ആൺകുട്ടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തെൻവീനിടൂല, ദൊമ്മയിൽ മബനയാക്കിയിടും അല്ലേ. ഇവിടെ നോട്ട് ചെയ്യേണ്ട, നോട്ട് ദാറ്റ് റജുലുൻ വലതുൻ അതൊക്കെ ഈ തെൻവീനിട്ടിട്ട് പറയുമ്പോൾ
അത് നക്കിറയാണ്, ഇൻഡെഫിനിറ്റ് ആണ്. ബട്ട് ദേ ഹാവ് ബിക്കം ഡെഫിനറ്റ് നൗൺ ബിക്കോസ് ദേ ആർ ദ വൺ മെൻറ്റ് ബൈ ദ കോളർ. അതായത് അത് മഅരിഫി ആയിത്തീരും. ഇപ്പോൾ യാ റജുലു എന്നുള്ളത് മഅരിഫി ആയിത്തീരും. കാരണം ദേ ആർ ദ വൺ. അതായത് ഈ വിളിക്കുമ്പോൾ വിളിക്കുന്ന ആൾ ഒരാളെ ഉദ്ദേശിച്ചിട്ടാണല്ലോ വിളിക്കുന്നത്. യാ റജുലു എന്ന് പറഞ്ഞാൽ ഹേ മനുഷ്യ എന്ന് പറയുമ്പോൾ ഏതോ ഒരു മനുഷ്യനെയല്ല ഉദ്ദേശിച്ചത്. ഈ വിളിക്കുന്ന ആൾക്ക് ഇന്ന ആളാണെന്നൊരു വ്യക്തതയുണ്ട്. യാ വലതു ഹേ ആൺകുട്ടി എന്ന് പറയുമ്പോൾ വിളിക്കുന്ന ആൾക്ക് ഇന്ന ആളെന്നുള്ള വ്യക്തമായൊരു ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹർഫു നിദായിന് ശേഷം വരുന്ന മുനാദ മഅരിഫയാണ്. If however an indefinite noun is not specified by the caller. ചില സമയത്ത് ഈ വിളിക്കുന്ന ആൾ ഇന്ന ആളൊന്നും വ്യക്താക്കൂല. ഓക്കെ, അവിടെ പിന്നെ ഏതോ ഒരു നക്കീറായിട്ടുള്ളൊരു ഇസ്മിനെ, അത് സ്പെസിഫൈ ചെയ്യാത്തൊരു ഇസ്മിനെ വിളിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ അവിടെ അങ്ങനെയല്ലല്ലോ. എന്നിരുന്നാലും an indefinite noun ഒരു നക്കിറയായ ഇസ്മു നോട്ട് സ്പെസിഫൈഡ് ബൈ കോളർ അത് വ്യക്തമാക്കിയിട്ടില്ല. ഇറ്റ് റിമെയിൻസ് അതെ വ്യക്തമാക്കിയിട്ടില്ല, പറഞ്ഞത് ശരിയല്ല. അത് ഈ വിളിക്കുന്ന ആൾക്ക് ഇന്ന ആളെന്നൊരു ഉദ്ദേശമില്ലെങ്കിൽ അത് നെക്കിറയായി തുടരും എന്നല്ലേ, നെക്കിറയായി തന്നെ തുടരും. അതായത് ഇൻസ്പൈറ്റ് ഓഫ് ദ ഈസ് ബീങ് മുനാദ ഈസ് ബ്ലൈൻഡ്. അതായത് ഇപ്പോൾ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, ഒരു കണ്ണ് കാണാത്ത ആൾ, അയാൾ ഇങ്ങനെ വിളിച്ച് പറയണെന്തെന്ന് യാ റജുലൻ ഹുദ് ബിയദി. മനുഷ്യന്മാരെ ഏതേ ഒരു മനുഷ്യനെ വിളിക്കുന്നത് യാ റജുലൻ. അവിടെ ശ്രദ്ധിച്ച് നോക്കിയേ, റജുലൻ എന്നാ വന്നത് കേട്ടോ. എന്താണ് ഫതഹ തൻവീനാണ്. യാ റജുലൻ ഹേ മനുഷ്യൻ, ഹേ ഏതെങ്കിലും ഒരു മനുഷ്യ എന്നുള്ള ഉദ്ദേശത്തിലാണ്. മനുഷ്യ ഹുദ് ബിയദി എൻ്റെ കൈയൊന്ന് പിടിച്ചേ എന്ന് പറയും. ഇപ്പോൾ റോഡൊക്കെ ക്രോസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കണ്ണ് കാണാത്ത ഒരാൾക്ക് അങ്ങനെ അയാൾ വിളിച്ച് പറഞ്ഞിരിക്കും. അപ്പോൾ അയാൾ ഇന്ന ആളെന്നൊരു വ്യക്തത ഇല്ല ആൾക്ക്. ഏതെങ്കിലും അയാൾ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും ഒരാൾ വന്നിട്ട് ഇയാളെ കൈ പിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയ മുനാദ എങ്ങനെ ഇട്ടിട്ടുള്ളത്, റജുലൻ, അവിടെ നക്കിറയാണ്. ഇറ്റ് ഈസ് ഒബ്വിയസ് ഹീ ഡസ് നോട്ട് മീൻ ബൈ. അതായത് ഇദ്ദേഹം ഒരു പ്രത്യേക വ്യക്തിയെ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. സാധാരണ നമ്മൾ യാ റജുലു എന്നാണ് പറയുക, അല്ലെ? മുനാദ മബനിയും അല്ല ദൊമ്മയാണ്. എന്നാൽ ഇവിടെ പറയുമ്പോൾ യാ റജുലൻ എന്ന് പറയുമ്പോൾ കറക്റ്റ് മൻസൂബായിട്ടാണ് പറയുക. അതായത് യാ റജുലു എന്ന് പറയുമ്പോൾ ഹേ മനുഷ്യ എന്ന് പറയുമ്പോൾ അത് മഅരിഫയാണ്. ദൊമ്മയിൽ മബനി ഫി മഹലി നസ്ബിൻ അങ്ങനെ നമ്മൾ പറയാം. ഇനി യാ റജുലൻ എന്നിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ ഫതഹ തൻവീൻ ഉണ്ടാവുകയും ചെയ്യും. മാത്രവുമല്ല അത് നമ്മൾ പറയും മുനാദ മൻസൂബുൻ എന്ന് പറയും, അല്ലെങ്കിൽ മുനാദ മബനിയുൻ അല ദൊമ്മി ഫി മഹല്ലി നസ്ബിൻ എന്ന് പറയും. അടുത്തത് പറയുന്നത് സിമ്പിളാണ്, നക്കിറ മാരിഫയാകും. കാരണം മുനാദ ആകുമ്പോൾ നക്കിറ മാരിഫ. റജൂലുൻ എന്നുള്ളത് മുനാദ ആയി വരുമ്പോൾ യാ റജുലു എന്ന് പറയുമ്പോൾ അത് മാരിഫയായി മാറും. അതുപോലെ തന്നെ മാരിഫ ഇനിയിപ്പോൾ നമ്മൾ മാരിഫയാണെന്നായിരിക്കും ഒരു പദം. റജുലുൻ എന്നുള്ളൊരു പദം നമ്മൾ ഹർഫിനിതായി ചേർത്ത് വരുമ്പോൾ എന്താകും, യാ റജുലു. അപ്പോൾ മാരിഫ റജുലു എന്ന പദം റജുലുൻ എന്ന നക്കിറ ഹർഫിനിത വരുമ്പോൾ മാരിഫയാകും. ഇനി മാരിഫയായിട്ടുള്ളൊരു പദം ബിലാലു എന്ന് പറഞ്ഞാൽ അത് മാരിഫയാണല്ലോ, യാ ബിലാലു. അപ്പോൾ മാരിഫക്ക് പിന്നെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, അത് മാരിഫയായി തന്നെ തുടരും. അത്രേ ഉള്ളൂ പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ തആലനെ കുറിച്ചിട്ടാണ് പറയുന്നത്. തആല എന്ന് പറഞ്ഞാൽ കം, വരൂ എന്നുള്ള അർത്ഥത്തിലാണ് തആല. ദിസ് വെർബ് ഈസ് യൂസ്ഡ് ഓൺലി ഇൻ അംർ. ഈ ക്രിയ അംറിന് മാത്രമാണ് ഉപയോഗിക്കുന്നത്. തആല എന്ന ക്രിയ അംർ ഫീലിന് മാത്രമാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ അംർ ഇതേപോലെ ഒരെണ്ണത്തിന് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരെണ്ണം നമ്മൾ പഠിച്ചു അല്ലേ, ലൈസനെ നമ്മൾ പഠിച്ചിട്ടില്ലേ, ഫിയലുൻ നാഖിസുൻ ജാമിദുൻ എന്നല്ലേ പറഞ്ഞത്. അതേപോലെ തന്നെ ഇത് ജാമിദായിട്ടുള്ള ഒരു അംർ ഫീലാണ് തആല എന്നുള്ളത്. തആല വരൂ എന്ന് പറയുമ്പോൾ ഇതിനെ ഇൻ ദ മാലി ആൻഡ് മുലാരി. ഇനിയിപ്പോൾ നമ്മൾ മാലിയായിട്ട് പറയണമെന്നിരിക്കുക, അവൻ വന്നു, വരൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ വരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാലി എന്തായിരിക്കും, അവൻ വന്നു, അവൻ വരുന്നു എന്നല്ലേ പറയാം. അവിടെ നമ്മൾ തആല അല്ല ഉപയോഗിക്കുക, മറിച്ച് ജാ യജീഉ, ജാ അവൻ വന്നു, അവൻ എത്തി, യജീഉ അല്ലെങ്കിൽ അതാ എത്തി, അതാ അല്ലേ, സെയിം അർത്ഥം തന്നെ കേട്ടോ. ജാക്കും അത്തക്കും സെയിം അർത്ഥം തന്നെയാണ്. അതാണ് നമ്മൾ ഉപയോഗിക്കുക. ഇനി പിന്നെ
ഇതിൻ്റെ തന്നെ അമ്ര ഉണ്ട്, എന്നാലും താലൻ്റെ മാലി മുലാരി ഒന്നും നമ്മൾ ഉപയോഗിക്കാറില്ല എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട് താലൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. ടീച്ചർ കൂടി പറഞ്ഞാ ഇതിന് പക്ഷെ എക്സെപ്ഷൻ ഉണ്ടെന്നേ. താല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരൂ എന്നാണ് അർത്ഥം. അമ്രഫേലാണ്, അമ്രഫേൽ മാത്രമായിട്ടാണ് ഇത് ഉപയോഗിക്കാറില്ല താല. എന്നിട്ട് പക്ഷെ വേറൊരു എക്സെപ്ഷൻ പറയുന്നുണ്ട് കേട്ടോ, ഇവിടെ നോട്ട് ചെയ്ത് വെച്ചാൽ താല എന്നുള്ളത് അമ്രഫേലായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി അതിൻ്റെ അർത്ഥം എന്താ? വരൂ എന്നാണ്. എന്നാൽ അതിൻ്റെ മാലി മുലാരിയൊക്കെ വരുമ്പോൾ എങ്ങനെയാ? അവൻ വന്നു, അവൻ വരുന്നു എന്നല്ലേ അതിൻ്റെ മാലി മുലാരി വരിക. അതിന് താലൻ്റെ ഫോമല്ല ഉപയോഗിക്കാറുള്ളത്, മറിച്ച് ജാ യജീഉ അല്ലെങ്കിൽ അതാ യഅതി, അതാ അവൻ വന്നു, യഅതി അവൻ വരുന്നു, അങ്ങനെയാണ് ഉപയോഗിക്കാറുള്ളത്. അല്ലാതെ താലൻ്റെ മാലി മുലാരി ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് വേറെ ഒന്നും കൂടി പറയുന്നുണ്ട്. ഇത് മുഴുവൻ വായിക്കുമ്പോൾ മനസ്സിലാവുക. ഇനി നോക്കൂ, അവിടെ കൊടുത്തുള്ള ജാ അനി ബിലാലുൻ അംസി, ബിലാൽ ഇന്നലെ, ബിലാൽ എൻ്റെ അടുത്തേക്ക് ഇന്നലെ വന്നു. ബിലാൽ കെയിം ടു മീ യെസ്റ്റർഡേ. അടുത്തത് ലാ തഅ്തിനി ഗദൻ, ഡോണ്ട് കം ടു മീ ടുമാറോ, നാളെ നീ എൻ്റെ അടുത്തേക്ക് വരരുത്. തഅ്തിനി ഇത് നഫിയാണ് അല്ലേ. ആദ്യത്തേത് ഫിൽ മാളിയാണ്, പിന്നെ നൂനുൻ വിക്കായ, പിന്നെ മഫൂലും ബിഹി, ബിലാലുൻ ഫായില്. ലാ തഅ്തിനി എന്ന് പറയുമ്പോൾ ഹർഫു നാഹിയ, തഅ്തി ഹദ്ഫി ഹർഫിലില്ല അല്ലേ, മബനി. ശരി, മജ്സൂമാണ്. ശരി കേട്ടോ, അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെ തന്നെ പറഞ്ഞത്. ഇനി താല എന്ന് പറഞ്ഞത് നമ്മൾ താല എന്ന് പറഞ്ഞാൽ നീ വരൂ എന്നല്ലേ, അല്ല യു കം, നീ വായു എന്നല്ലേ. താല യാ ബിലാൽ, താല യാ ബിലാലു, ബിലാലെ നീ വരൂ പറയുമ്പോൾ കണ്ടോ താല. ഇനി അത് രണ്ടാൾക്കാരോട് പറയുമ്പോൾ താലയാ യാ ബലദാൻ. അപ്പോൾ താല എന്ന് പറയുമ്പോൾ എങ്ങനെയാ? ഫിഅലു അംറിൻ മബനിയുൻ അലാ ഹദ്ഫി ഹർഫിൽ ഇല്ല, ഇല്ലത്തിൻ്റെ അക്ഷരം കളഞ്ഞിട്ടാണ് കേട്ടോ. കുറച്ച് ഞാൻ മനസ്സിലാകും. ഇല്ലത്തിൻ്റെ അക്ഷരത്തെ കളഞ്ഞിട്ടാണ് മബനി ആയിട്ടുള്ളത് കേട്ടോ. വൽ ഫായിലു ദമീറുൻ മുസ്തത്തിറുൻ തഖ്ദീറുഹു അൻത. താല എന്ന് പറയുമ്പോഴേ തഫാല വസനാണ് ശരിക്കും. അതിന് അവസാനം ഒരു അക്ഷരം കൂടി ഉണ്ട് കേട്ടോ. ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കി, ഞാനിത് കഴിഞ്ഞിട്ട് പറയാം. ഇനി രണ്ടാളോട് പറയുമ്പോൾ താലയാ യാ ബലദാനി, രണ്ടാൺകുട്ടികളെ നിങ്ങൾ ഇങ്ങോട്ട് വരൂ. താലയാ, അവിടെയും എന്തായിരുന്നു? നൂനിനെ കളഞ്ഞുകൊണ്ട് നൂനിനെ കളഞ്ഞ് ഹദ്ഫി നൂനിയാണ് കേട്ടോ. പിന്നെ അതിലെ ഫായിലാരാ? താലയാ എന്ന് പറയുമ്പോൾ അലിഫ് മുസന്ന. യെസ്, മാഷാഅല്ലാഹ്. തആലോ യാ ഇഖ്വാനു, സഹോദരന്മാരെ നിങ്ങൾ ഇങ്ങോട്ട് വരൂ. ഇവിടെയും നൂനിനെ കളഞ്ഞിട്ടാണ് മബനി ആയിട്ടുള്ളത് അംറ്. പിന്നെ ഈ വാവാണ് അതിൻ്റെ ഫായിൽ കേട്ടോ. ഇനി ഒരു സ്ത്രീയോട് പറയുമ്പോൾ തആലൈ യാ മറിയമു, മറിയമേ നീ ഇങ്ങോട്ട് വരൂ. തആലൈ, ഇവിടെയും നൂനിനെ കളഞ്ഞിട്ടാണ് മബനി ആയിട്ടുള്ളത്. ആ യാ ആണ്, യാ ഉൽ മുഹാത്തബ അല്ല, യാ ആണ് ഫായിൽ കേട്ടോ. അടുത്തത് തആലയാ യാ ബിൻതാനി, രണ്ട് പെൺകുട്ടികളെ നിങ്ങൾ ഇങ്ങോട്ട് വരുവിൻ. നൂനിനെ കളഞ്ഞിട്ട് മബനിയായി ആരിഫ് മുസന്നയാണ് ഫായിൽ കേട്ടോ. തആലൈന യാ അഖവാതു, സഹോദരിമാരെ, ഓ സഹോദരിമാരെ നിങ്ങൾ ഇങ്ങോട്ട് വരുവിൻ. അവിടെ എങ്ങനെയാ? നൂനിനെ കളഞ്ഞിട്ടില്ലല്ലോ, മബനി അല്ലേ? മബനി അല്ലെങ്കിൽ മബനിയാണ്, സുക്കൂനിൽ മബനി, മബനിയാണ് സുക്കൂനി. പിന്നെ ആ നൂനാണ് അതിൻ്റെ ഫായിൽ കേട്ടോ. അവിടെ ഓക്കെ. ഇനി നോക്കിട്ടോ, വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ദ വെർബ് താല, കണ്ട അതിൻ്റെ മാലിൻ്റെ ഫോം നോക്കിയേ. താല എത്ര അക്ഷരം ഉണ്ട് അതിൽ? താ, ഐൻ, അലിഫ്, ലാമ്, അലിഫ് മക്സൂറ, 5 അക്ഷരം ഉണ്ട് അല്ലേ? 5 അക്ഷരം ഉണ്ട്. അതായത് 2 അക്ഷരം വർദ്ധിച്ചു വന്ന്. അടിസ്ഥാനാക്ഷരമായ 3 അക്ഷരം, അതിൻ്റെ കൂടെ തഫാല വസനല്ല. അടിസ്ഥാനാക്ഷരം ഇപ്പം എന്തൊക്കെയായിരിക്കും? 2 അക്ഷരം വർദ്ധിച്ചു. അടിസ്ഥാനാക്ഷരങ്ങൾ പറഞ്ഞേ. 3 അക്ഷരം അടിസ്ഥാനം. ഏതൊക്കെ വർദ്ധിച്ചത്? അലിഫ് വർദ്ധിച്ചതാണ്, താ വർദ്ധിച്ചതാണ്, ഐന്, ലാമ്, ല്ലേ? ഐന്, ലാമ്, മൂന്നാമത്തെ ലെറ്റർ ഏതാ? പോലെ തന്നെയാണ് കേട്ടാ. മറ്റേ പറയില്ലേ
ഉയരുക പറയാം, ഇതിൽ കൊടുത്തിട്ടുണ്ട്. തആല ഹവർ യൂസ് എന്നിരുന്നാലും മാലി മുലാരി ആയിട്ട് നമ്മൾ എന്താ പറയുക, ഹവർ യൂസ്ഡ് മാലി ആൻഡ് മുലാരി ഇൻ ദ സെൻസ് ഓഫ്, ആ ഒരു അർത്ഥത്തിൽ മാലി മുലാരി ഉപയോഗിക്കാറുണ്ട്. ഏത് സെൻസിൽ? ഹി വെൻറ്റ് അപ്പ്, അവൻ അവൻ കയറി, അതിൽ കയറി എന്നൊക്കെ പറയില്ല, അവൻ അതിൽ കയറി. അല്ലെങ്കിൽ ഹി റോസ്, ഹി വാസ് എക്സാൾട്ടഡ്, അത് കുറേ പറയാറുണ്ട് അല്ലേ. ഏതാ? അവൻ ഉന്നതിയിലായി, അവൻ ഉയർത്തപ്പെട്ടു എന്നൊക്കെ പറയും. അത് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറയില്ലേ, വതആല എന്ന് പറയുമ്പോൾ ഒരു ഇസ്മു പോലെ അങ്ങനെ ഈ മാലി മുലാരി ഉണ്ട്, അതിനെ അത് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇത് ജാമിദിൻ്റെ കൂട്ടത്തിലാണ് എണ്ണാറുള്ളത്. ഈ തആല അംർ, അതിൻ്റെ ഒറിജിനൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള അർത്ഥം എന്താ? കംസ് അപ്പ്, അടുത്തു വരൂ, അല്ലെങ്കിൽ കയറൂ. ദെൻ ഇറ്റ് കം മീൻസ് ജസ്റ്റ് ടു കം, അവൻ ഉയർത്തപ്പെട്ടു, ജസ്റ്റ് കം, അങ്ങനെയൊക്കെ പറയാറുണ്ട്. ശരിക്കും തആല എന്ന് പറഞ്ഞാൽ തഫാഅല വസനാണ്. തആല, തആല അതിൻ്റെ അംർ. തആല വെറുതെ ഒക്കെ ഒന്ന് മാളിയൊക്കെ തസ്രീഫ് ചെയ്ത് നോക്കാം. തആല, തആലയാ, തആലൗ, തആല, തആലയാ, തആലൗ, തആലത്ത്, തആലതാ, തആലൈന. പിന്നെ അറിയാലോ, തആലൈത, തആലൈതുമാ, തആലൈതും, തആലൈത, തആലൈതുമാ, തആലൈതുന, തആലൈതു, തആലൈന. അപ്പോൾ ഈ ഇപ്പോൾ മനസ്സിലായില്ല, ഈ മാലിൻ്റെ രൂപമാണ് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് ഇതാക്കുമ്പോൾ അവൻ ഉയർത്തപ്പെട്ടു എന്നുള്ള അർത്ഥത്തിൽ ഒരു എന്താ പറയുക ഉപയോഗിക്കാറുള്ളത് കേട്ടോ. പക്ഷേ അതൊരു മാലിൻ്റെ രൂപമാണെങ്കിലും, ഒരു പ്രാർത്ഥനയുടെ രൂപമാണെങ്കിലും എന്തെല്ലാം ഒരു ഫെയിലായിട്ട് പറയാറില്ല എന്നാണ് പറയുന്നത്. വല്ലാഹു അലം. ഇന്നലെ റംഷീദ, റംഷീദ അല്ലേ ഉണ്ടായിരുന്നത് ഇന്നലെ, അതിനെ കുറിച്ചിട്ടല്ലേ പറഞ്ഞത്? ഒന്ന് പറഞ്ഞേ, നിങ്ങൾ നോട്ട് എഴുതിയതൊന്ന് പറഞ്ഞേ, ഉണ്ടോ അവിടെ? നോട്ട് എഴുതിയിട്ടില്ല, പിന്നെ പഠിക്കുന്ന പറഞ്ഞത്. ആ താലയെ കുറിച്ച് കുറച്ച് പഠിക്കാനുണ്ട്. പക്ഷെ അത് ഫീലായിട്ടും ഇസ്മായിട്ടും വരുന്ന ഒരു വേർഡാണെന്നാ പറഞ്ഞത്. ഇസ്മായിട്ടാണ് ഇപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറയുമ്പോൾ മാലി എന്നല്ലേ പറയാതെ ഇസ്മായിട്ടാണോ പറയാറ്? അള്ളാഹുവിന്റെ കൂടെ പറയുന്ന സമയത്ത് ഇസ്മായിട്ട് പറയും, ഇസ്മാണ് അല്ലേ. അപ്പോൾ റബയുമ്പോൾ ഫെയിലായിട്ടും പറയാറുണ്ട്. അവൻ ഉയർത്തപ്പെട്ടു എന്നാണ് ശരിക്കും അതിൻ്റെ ലിറ്ററലി മീനിങ്. അപ്പോൾ ഇനിയും വരുമായിരിക്കും കേട്ടോ. ശരിക്കും അതിന് മാലി മുലാരിയൊക്കെ ഉണ്ട്. താല താല എന്നാണ്. പിന്നെ താല വെറുതെ നമ്മൾ സർഫാക്കി നോക്കുമ്പോൾ താല, താലയാ, താലൗ, താലത്ത്, താലത്ത, താലൈന, താലൈത്ത, താലൈത്തുമാ, താലൈത്തും, താലൈത്തി, താലൈത്തുമാ, താലൈത്തുന, താലൈത്തു, താലൈന. ഇനി മുലാരി യതആല, യതആലയാനി, യതആലൗന, തതആലൗ, തതആലയാനി, തതആലൗന. അല്ലല്ല, അഞ്ച് തത്വം പോവാം. യതആല, യതആലയാനി, യതആലൗന, തതആല, തതആലയാനി, തതആലൈന. തത്തല്ല, യതആലൈനാണ് അല്ലേ ആറാമത്തെ, യതആലൈന. പിന്നെ തതആലയാനി, തതആലൗന, തതആലീന, തതആലയാനി, തതആലൗന, അതാലൗ, നതാലൗ. അതിന് പഠിക്കുമായിരിക്കും. അപ്പം അത്രയേ ഉള്ളൂ ഈ പാഠത്തിലേക്ക് പോവാൻ ടൈമില്ലേ? ഇതുവരെ ഓക്കെ അല്ലേ? ഇത് മബനിയൊന്നും വലിയ പ്രയാസമില്ല അല്ലേ? പടത്തിൻ്റെ കുറച്ച് ഭാഗം എടുത്തിട്ട് നമുക്ക് പിന്നെ ഇൻഷാ അല്ലാഹ് പറയാം കേട്ടോ. സാലിസു, ഇതൊരു അൽ മുഷ്തരി. മുഷ്തരി എന്ന് പറഞ്ഞാൽ ആരാ? മുഷ്തരി. ഇഷ്തറ എന്ന് പറഞ്ഞാൽ എന്താ? ഇഷ്തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിച്ചു, അവൻ വാങ്ങിച്ചു. അതിന്റെ മുലാരി യഷ്തരി. അപ്പൊ ഇത് ഏതാ ബാബ്? കിട്ടിയ ബാബ്? വാങ്ങുന്നവൻ. വാങ്ങിക്കപ്പെടുന്നതിനെ എന്താ പറയാ? വാങ്ങിക്കപ്പെടുന്നത്. അടോ നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ മുസമ്മനും മുസമ്മിനും അതൊക്കെ പറഞ്ഞില്ലേ? അത് വിളിക്കപ്പെടുന്നവൻ. ഒരു ഫത്തഹയും കെസ്റിന്റെ വ്യത്യാസമുള്ളൂ. ഇറാഖ് കെസ്റക്ക് ഒരു ഫത്തഹ ഇട്ടെടുത്താൽ മതി. അപ്പോൾ ഇസ്മു മഫ്ഊലാവും.
മുഷ്തറ മുഷ്തറ മുസ്ത- മുഷ്തറ. മുസ്തറ. ആ റാക്ക് ഫതഹ ഇട്ട് കൊടുത്താൽ മതി. അല്ല സെക്കൻഡ് ലാസ്റ്റ് ലെറ്ററിന് കെസറ വന്നു കഴിഞ്ഞാൽ ഇസ്മു ഫായിൽ, ഫതഹ വന്നു കഴിഞ്ഞാൽ ഇസ്മു മഫൂലും പറയും. പിന്നെ ചിലപ്പോൾ ചില സമയത്ത് ഇസ്മു മക്കാനും പറയും. മക്കാൻ ജമാനില്ല അതും പറയും. ഇപ്പം നമ്മൾ സ്വല്ല നിസ്കരിച്ചു എന്ന് പറയുമ്പോൾ നിസ്കരിക്കുന്നവനാരാ? ഫവൈലുല്ലിൽ മുസല്ലീൻ. മുസല്ലി. മുസല്ലി നിസ്കരിക്കുന്നവനല്ലേ? മുസല്ലി. മുസല്ലി നിസ്കരിക്കുന്നവൻ. കണ്ടോ മുസല്ലി. അതിൻ്റെ ജമ്മു മുദക്കർ സാലിം യാവും നൂൻ ചേർത്തിട്ടാണ്, അല്ലെങ്കിൽ അലിഫും നൂനും ചേർത്ത് മുസല്ലൂൻ മുസല്ലീൻ അങ്ങനെ വന്നത്. മുസല്ല എന്ന് പറഞ്ഞാല നിസ്കരിക്കപ്പെടുന്നത്. പിന്നെ നമുക്ക് നിസ്കരിക്കപ്പെടുന്ന സ്ഥലം എന്നും കൂടി പറയാം, രണ്ടും പറയാം. കണ്ടോ ഫതഹിന്റെ വ്യത്യാസമുള്ളൂ കേട്ടോ. ഇത് ഇഫ്താല ബാബാണ് അല്ലേ? ഇഷ്തറയ ഇഷ്തറ ഇഷ്തറ യഷ്തരി ഇഷ്തിറാറൻ വഹുവ മുഷ്തരി മുഷ്തരി. അത് നോക്കിക്കോട്ടെ, ഇഫ്താല ബാബാണ് കേട്ടോ. അപ്പൊ കസ്റ്റമർ കേട്ടോ, വാങ്ങിക്കുന്നവർ. ഇവിടെ മസ്തരി എന്നാണ്. മുഷ്തരി അല്ലേ? മീമിന് തൊമ്മല്ലേ ഒരു മാവ് വരുമോ? ഇവിടെ ഫത്തഹ കിടക്കണേ ഞങ്ങളെ ബുക്കില്. ഞങ്ങളുടെ ബുക്കിലൊക്കെ പറഞ്ഞ ഒരു ഫത്തഹ തന്നെ കിടക്കണം ടീച്ചറെ. മുഷ്തരി തെറ്റിയതായിരിക്കും അല്ലേ? മുഷ്തരി അല്ലേ വരുള്ളൂ? മുഷ്തരി നമ്മളെ ബുക്കിലുള്ളത്. അങ്ങനെ തന്നെ വരുള്ളൂ. മീമിന് ലൊമ്മയാണ്. ഇസ്മു ഫായിൽ വരുമ്പോ ലൊമ്മ ഇട്ടിട്ടേ വരുള്ളൂ. അത് അങ്ങനെ തന്നെ വരുള്ളൂ. അപ്പോൾ കസ്റ്റമർ വാങ്ങിക്കുന്നതിന് പറയാം അലദൈക അഖ്ലാമുൻ, നിന്റെ കയ്യിലൊരു പേനയുണ്ടോ? അപ്പോൾ ഇന്ദക അഖ്ലാമുൻ എന്നുള്ള അർത്ഥം കേട്ടോ. നമ്മൾ ലതൻ്റെ അർത്ഥം പറഞ്ഞല്ലേ, ഇന്ദ എന്നാണ് പറഞ്ഞത്. നമ്മൾ ഇന്ദയുടെ കൂടെ കാഫ് ചേർത്തുമ്പോൾ ഇന്ദക, പക്ഷെ ലതൻ്റെ കൂടെ കാഫ് ചേർക്കുമ്പോൾ എന്താവും? ലദൈക എന്നായി മാറും. അലദൈക അഖ്ലാമുൻ, നിന്റെ കയ്യിലൊരു അല്ല പേനകളുണ്ടോ? തെറ്റി പറഞ്ഞിട്ടാ. ഒറ്റ മിനിറ്റ് കേട്ടോ, എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഞാൻ? നോക്ക്. ലെസൺ നമ്പർ 3. ആ യെസ് ഉണ്ട്. ഡു യു ഹാവ് പെൻസ്, നിന്റെ കയ്യിൽ പേനയുണ്ടോ? അറിയില്ല. അപ്പോൾ എന്താ പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഹർഫ് ഹംസത്തുൽ ഇസ്തിഫാം അല്ലെങ്കിൽ ഇസ്തിഫാമി അല്ലെങ്കിൽ ഹർഫുൽ ഇസ്തിഫാം മബനിയുൻ അലൽ ഫതഹി. ലദൈ നമുക്കറിയാം അല്ലേ, ലർഫ് അല്ലേ അത്. അപ്പോൾ ലർഫ് ഷിബ്ഹു ജുംല ഖബർ മുഖദ്ദം വഹുവ മുളാഫ്. അൽ കാഫു ളമീറുൻ മുത്തസിലുൻ മബനിയുൻ അലൽ ഫതഹി ഫി മഹല്ലി ജറിൻ മുളാഫുൻ ഇലൈഹി. അഖ്ലാമുൻ മുബ്തദഅ മുഅഖറുൻ മർഫൂഉൻ അലാമത്തു റഫ്ഇഹി ദമ്മത്തു ളാഹിറ. സാഹിബുൽ മഹല്ലി എന്നാൽ ഷോപ്പ് കീപ്പർ, കടക്കാരൻ എന്നറിയില്ലേ? സാഹിബുൽ മഹല്ലി കടൻ്റെ ഉടമസ്ഥൻ. കടക്കാരൻ പറഞ്ഞതരാ പറഞ്ഞെന്താ? നഅം അതെ. ലദൈന അഖ്ലാമുൽ ഹിബ്രിൻ വ അഖ്ലാമുൻ ജാഫത്തുൻ ജാഫത്തുൻ. ലദൈന അഖ്ലാമു ഹിബ്രിൻ വ അഖ്ലാമുൻ ജാഫത്തുൻ. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ട്? വി ഹാവ് ഫൗണ്ടെയിൻ പെൻസ് ആൻഡ് ബോൾ പെൻസ്. ഞങ്ങളുടെ അടുത്ത് മഷിപ്പേനകളും പിന്നെ ബോൾ പേന എന്ന് ഉദ്ദേശിച്ചത് ബോൾ പേന തന്നെ നമ്മൾ പറയില്ല, ബോൾ പേനകളുണ്ട്. പണ്ട് മഷി നടക്കുന്ന പേന ആണ് ഹിബർ. ജാഫത്ത് എന്ന് പറഞ്ഞാൽ മഷി, ഇത് ബോൾ പേനകളും ഉണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെ നോക്കാനുള്ളത്? സാഹിബുൽ മഹല്ലി എന്ന് പറഞ്ഞാൽ മുലാഫുൻ മുലാഫിൻ ഇലൈഹി. അപ്പോൾ അവിടെ സാഹിബ് എന്താണ്? അതവിടെ നക്കിറയാണോ മാരിഫയാണോ? മാരിഫയാണ്. അൽ മഹല്ലി മാരിഫ ആയതുകൊണ്ട് ഇതും മാരിഫയായില്ലേ? സാഹിബുൽ. നഅം ഹർഫു ജവാബിൻ. ലദൈന ലദൈ ഫിഅലുൻ ലർഫ് മക്കാൻ അടുത്ത് എന്ന് പറയുമ്പോൾ മക്കാനല്ലേ? അതെ, ലർഫ് മക്കാൻ മബനിയുൻ അല സുകൂൻ. ലർഫ് മക്കാൻ ഷിബ്ഹു ജുംല ഖബർ മുഖദ്ദം വഹുവ മുളാഫ്. നാ ضمير متصل مبني على السكون في محل جر مضاف إليه. مضاف إليه ഞങ്ങളുടെ അടുത്തുണ്ട്. അഖ്ലാമു മുബ്തദഅ മുഅഖർ വഹുവ മുളാഫ്. ഹിബ്രിൻ മുളാഫുൻ ഇലൈഹി. മഷീഡ് പിന്നെ അവിടെ അഖ്ലാമു ഹിബ്രിൻ. വാവു ഹർഫുൽ അത്ഫ്. അഖ്ലാമുൻ മഅതൂഫുൻ അല അഖ്ലാമു. അഖ്ലാമിലേക്ക് അത്ഫ് ചെയ്യാം. പിന്നെ ജാഫത്തുൻ എന്നുള്ളത് സിഫയാണ് കേട്ടോ, അല്ലെങ്കിൽ നാത്താണ്.
നഅത്തുൻ മർഫൂഉൻ അല്ലെങ്കിൽ സിഫത്തുൻ മർഫൂഅത്തുൻ അലാമത്തു റഫിഹി അദ്ദമ്മത്തു ളാഹിറ. അഖ്ലാമിൻ്റെ സിഫയാണ് ജാഫത്തുൻ എന്നത്. ജാഫത്തുൻ, ജാഫ കേട്ടുള്ള ഒരു വാക്കല്ലേ ജാഫത്തുൻ. നഫീദ കേട്ടിട്ടുണ്ട് അല്ലേ ജാഫത്തുൻ. ഒരു മിനിറ്റ്. ഹിബറുൻ മഷി കലമു ഹിബിരിൻ, ഹിബിരിൻ മഷി പെൻ, ഫൗണ്ടെയിൻ പെൻ. പിന്നെ ജാഫുൻ എന്ന് പറഞ്ഞാൽ ഡ്രൈ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ശരിക്കും അതിൻ്റെ അർത്ഥം ഉണങ്ങുക എന്നാണ്. ജാഫുൻ ഉണങ്ങുക. അപ്പോൾ കാലൽ മുഷ്തരി പറഞ്ഞെന്താ ആഅ്തിനി ദാക, ആഅ്തിനി ദാക. ദാക നമുക്കറിയാം ദാലിക്കനെ അല്ലേ. എന്തായിരുന്നു ആഅ്തിനി ദാക. ഗിവ് മീ ദാറ്റ്. യുഷീറു ഇലാ കലമിൻ, ഒരു പേനയിലേക്ക് ചൂണ്ടിക്കൊണ്ട്. പോയിൻറ്റിങ് ടു എ പെൻ, ഒരു പേനയിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറയണെന്താ അതെനിക്ക് തരൂ, അതെനിക്ക് തരൂ എന്നാണ് പറയണത്. ഏതാ ഫയല്? അഅ്താ എന്ന് പറഞ്ഞാൽ ഏതാ? അഅ്താ 4 അക്ഷരല്ലേ? ഏത് അഅ്താ ഇതിൽ വരിക? ഫോം 4 അഫ്അല ഫോം അല്ലേ. അഅ്താ അഫ്അല ഫോം. അഅ്താ യുഅ്തി. നോക്കി അഫ്അല ഫോം എടുത്ത് നോക്കിയേ. അഫ്അല അഫ്അല യുഫ്ഇലു. അഅ്താ യുഅ്തി ഇഅ്താഅൻ, ഇഅ്താഅൻ. വഹുവ നൽകുന്നവനാരാ? മുഅ്തി, മുഅ്തി. ലൊമ്മ കൊടുക്കാൻ പറ്റില്ല. മുഅ്തി കണ്ടോ, മുഅ്തി. ഓക്കെ. അംറു ഫെയിൽ വരുമ്പോഴോ എഴുത്തി ഇല്ലത്തിൻ്റെ അക്ഷരത്തെ കളയണം അല്ലേ. ഞാൻ പറഞ്ഞു ഇസ്മു ഫായിൽ ഞാൻ പറഞ്ഞു മുഅ്തിൻ, മുഅ്തി എന്ന് പറഞ്ഞു. ഇസ്മു മഫൂൽ എങ്ങനെ പറയാ? മീമിന് ലൊമ്മ മാറ്റണ്ട, ഒരേ ഒരു അക്ഷരം മാത്രം മാറ്റിയാൽ മതി ഇസ്മു മഫൂൽ ഉണ്ടാക്കാൻ. മുഅ്തൻ. മുഅ്ത, മുഅ്ത കണ്ടോ. സെക്കൻഡ് ലാസ്റ്റ് ലെറ്ററിന് കെസറുള്ളത് ഫത്തഹാക്കി കഴിഞ്ഞ് ഇസ്മു മഫൂലായി. ഇസ്മു ഫായിൽ ഇസ്മു മഫൂൽ ഉണ്ടാക്കാൻ അത് കണ്ടോ. ഇത് മുസല്ലനും മുസല്ലീനും ഒക്കെ ഉണ്ട്, ആലോചിച്ചാൽ മതി. മുസല്ലി നിസ്കരിക്കുന്നവൻ, മുസല്ലൻ നിസ്കരിക്കപ്പെടുന്ന സ്ഥലം, അത് ആലോചിച്ചാൽ മതി കേട്ടോ. ശരി. അപ്പോൾ ഇവിടെ നമ്മുടെ അംറുഫയിലാണ് എത്തി, എത്തി. അല്ല ടീച്ചറെ, അമൃതയിലെ ആഴ്ത്തിന്ന് അവര് തന്നെ ഫലഭൗമിലുള്ളവർക്ക് കൊടുക്കുക. ഒരൊറ്റ മിനിറ്റ് ട്ടാ. അവിടെ തന്നെയാണ് അഴത്തിയാണ് കൊടുത്തിട്ടുള്ളത്. ശരിയാണ്. ഒരു മിനിറ്റ് ട്ടാ. അക്രീം എന്നല്ലേ കൊടുത്തിട്ടുള്ളത്? ഞാനാണ് ആദ്യം തെറ്റി പറഞ്ഞ. അപ്പൊ അഴത്തിയാണ് കേട്ടാ. അഴത്തി അഫലല്ലേ അഴത്തി. അഴത്തി എന്ന് പറയുമ്പോൾ ഫിഅ്ലു അംറിൻ മബനിയുൻ അല ഹദ്ഫി ഹർഫിലില്ല. പിന്നെ ആ നൂനുൽ വിഖായാണ്. നൂനുൽ വിഖായ. യാ മുത്തകല്ലിം ضمير متصل مبني على السكون في محل نصب مفعول به. ذاك مفعول به ثاني ട്ടാ. എനിക്ക് തരൂ, അത് ഒന്ന് എനിക്ക് തരൂ. പിന്നെ ഇതിൽ ഫായിൽ പറഞ്ഞില്ല അല്ല. ضمير مستتر تقديره أنت ട്ടാ. നൂനുൽ വിഖായ. പിന്നെ യാ മുത്തകല്ലിം മഫൂൽ ബിഹി അവലാണ്. ذاك എന്നുള്ളത് ഇസ്മുൽ ഇഷാറ മബനിയുൻ അലൽ ഫതഹി ഫി മഹല്ലി നസ്ബിൻ മഫൂൽ ബിഹി ഥാനിയാണ് ട്ടാ. യുഷീറു ഫിഅൽ കിട്ടിയ യുഷീറു. അഷാറ ചൂണ്ടി. നമ്മൾ ഇസ്മുൽ ഇഷാറ പറയാറില്ലേ, അഷാറ. ഏതാ എത്രാമത്തെ ആ ഫോം? 3 അല്ലേ? അഷാറ അല്ല അല്ല അഷാറ അല്ല 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 ഫോം അല്ല അല്ല ഫോം അഷാറ അഷാറ. അഷാറയിൽ എത്ര ഉണ്ടായി? അഷാറ യുഷീറു ഇഷാറത്തുൻ. ഫോം 4 തന്നെ അല്ലേ. അഷാറ അഫ്അല ഫോമിൽ തന്നെ വരും. അഷാറ യുഷീറു ഇഷാറത്തുൻ വഹുവ മുഷീറുൻ അല്ലേ? കറക്റ്റ് അല്ലേ? തെറ്റിയിട്ടുണ്ടോ? പറഞ്ഞ അഷാറ ആർക്കറിയാം? അഷാറ യുഷീറു ഇഷാറത്തുൻ വഹുവ മുഷീറുൻ. അത് തെറ്റില്ലേ? കറക്റ്റ്. ഫോം 4 ആണോ അത്? അഷാറ ഫോം 4 ആണോ ഡൗട്ട്.
അഷാറ. അഷാറ. നോക്കൂ, അഷാറ. ഫോം 4 അഫ്അല. അഷാ. ഫോം 4 അഫ്അല ബാബാണ്, ഇഫ്ആലുൻ വരും. അപ്പൊ അഷാറ യുഷീറു ഇഷാറ ഇഷാറത്തുനിൽ. അതെ അതെ അതെ, ശരിയാ. അഷാറ ഫോം 4 തന്നെ കേട്ടാ. ഞാൻ പെട്ടെന്ന് മനസ്സിൽ നിന്ന് പോയി. ഏതാണെന്നറിയാം, അക്കാമ യുക്കീമു ഇക്കാമത്തുൻ. ഫോം 4 നമ്മൾ അതിൻ്റെ ഇഷാറത്തുൻ എന്നാണ് അതിൻ്റെ ഇത് കണ്ട. അക്കാമ യുക്കീമു ഇക്കാമത്തുൻ വഹുവ മുഖീമു. അത് ആ ഒരു ഫോർമാറ്റിലാണ് വരിക കേട്ടോ. ഫോം 4 തന്നെയാണ്, പക്ഷേ നമ്മൾ അതിൽ നോക്കിയിട്ട് മസ്റ്റർ കിട്ടൂല. അങ്ങനെ വരുമ്പോൾ നമ്മൾ പഠിക്കുമായിരിക്കും. അടുത്ത ഇത് വരും കേട്ടോ, ഇത് പഠിക്കാൻ വരുന്നുണ്ട് കേട്ടോ. ശരി. അപ്പോൾ യുഷീറു എന്നുള്ളത് ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ ബിളമ്മത്തി വൽ ഫായിലു ദമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു ഹുവ. ഇലാ ഹർഫു ജർറിൻ മബ്നിയുൻ അല സുക്കൂനി ഖലമിൻ ഇസ്മുൻ മജ്റൂറുൻ അലാമത്തു ജർരിഹി അൽ കസ്റത്തു ളാഹിറ. ഇലൽ ഖലമി ജാറുൻ വ മജ്റൂറുൻ മുതഅല്ലിഖുൻ ബിൽ ഫിഅലി. അപ്പോൾ ടീച്ചറെ, ഈ യുഷീറു ഇലാ കലമിന്റെ മീനിങ് എന്താ ടീച്ചറെ? അവൻ പേനയിലേക്ക് ചൂണ്ടി എന്നാണ്. ആ, അവൻ പേനയിലേക്ക് ചൂണ്ടി. കറക്റ്റ് വാക്ക് മീനിങ് അങ്ങനെ. ചൂണ്ടിക്കൊണ്ട് നമുക്ക് വേണമെങ്കിൽ വെറുതെ അങ്ങനെ പറയാം. എനിക്കത് തന്നേന്ന് പറഞ്ഞില്ലേ, എനിക്കത് തരൂ, നീ എനിക്കത് തരൂ, നീ എനിക്കത് തരൂ എന്നാണ്. എങ്ങനെ? അവൻ പേനയിലേക്ക് ചൂണ്ടുന്നു. ചൂണ്ടി എന്നല്ലേ, ചൂണ്ടുന്നു. അവൻ പേനയിലേക്ക് ചൂണ്ടുന്നു. യെസ്, ചൂണ്ടുന്നു. യെസ്, കറക്റ്റാണ് കേട്ടോ. സാഹിബുൽ മഹല്ലി ഹാദ. അത് അല്ല, ഇത് എന്നിട്ട് ഒരെണ്ണം കാണിച്ചിട്ട് ഹാദ. അത് ഇസ്മുൽ ഇഷാറയാണ് കേട്ടോ. മബനിയുൻ അല സുക്കൂൻ. ഇവിടെ ഇത് എന്താണ്, എവിടെ എന്താ ഹദഫ് ചെയ്തിട്ടുണ്ടാവും അവിടെ? എന്തായിരിക്കും അവിടെ? ഹാദ എന്തോ ഒന്ന് കളഞ്ഞിട്ടില്ല. അപ്പൊ എങ്ങനെയായിരിക്കും ഹാദ? ഈ പേനയാണോ എന്ന് ചോദിക്കും അല്ലേ? കലമുൻ. ഹാദ കലമുൻ. ഇത് പേന അല്ലല്ല, എന്താ പറയാ, അങ്ങനെയല്ലോ ചോദിക്കുക. എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവും? ഇത് മലയാളത്തിൽ അല്ല, ഈ പേനയാണോ അവിടെ? അതെ അതെ, ഈ പേന ഈ പേനയാണോന്നല്ലേ ടീച്ചറെ? ഇതാണോന്ന്. അപ്പൊ ഹംസ കളഞ്ഞിട്ടുണ്ട്, ഇസ്തിഫാമിന്റെ ഒരു സംഭവം കളഞ്ഞിട്ടുണ്ട്, പിന്നെ ഖബറോ എന്തെങ്കിലും ഒരെണ്ണം കൂടി കളഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ ശരിയാണ്. എന്തായാലും നമുക്ക് ഞാൻ ആലോചിക്കണ്ട, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ആലോചിച്ച് നമുക്ക് കിട്ടുമായിരിക്കും. അപ്പം മുഷ്തരി എന്താ പറഞ്ഞല്ല, അല്ലദീ ഫൗഖഹു. അപ്പം പറഞ്ഞ അല്ല, ഇതല്ല, ഇതിൻ്റെ മുകളിലുള്ളത് അല്ലേ. അല്ലദീ ഫൗഖ, യാതൊന്ന്, ഫൗഖ മുകളിൽ, ഹു അതിൻ്റെ മുകളിലുള്ളത്, അതിൻ്റെ മുകളിലുള്ളത് അപ്പോൾ ഇതാണോ ചോദിച്ചപ്പോൾ അല്ല, അതിൻ്റെ മുകളിലുള്ളത്, ദ വൺ ഹു അബൌവ് ഇറ്റ്. അതെ. അല്ലദീ എന്നുള്ളത് ഇവിടെ ഇസ്മു മൗസൂലാണ്. ഫൗഖ. അൽ കലമുല്ലദീ എന്ന് പറയണമെങ്കിൽ പറയാൻ പറ്റും. അൽ കലമു അല്ലദീ അങ്ങനെ പറയാൻ പറ്റും. പക്ഷെ ഇവിടെ എന്താ പറയുക, അല്ലദീ എന്നുള്ളത് ഇസ്മു മൗസൂൽ മബനിയുൻ അല സുക്കൂനി. ഫൗഖ എന്നുള്ളത് എന്താ, നമ്മൾ പഠിച്ചിട്ടില്ല അല്ലേ? ലർഫ് മക്കാൻ. മൈക്ക് നല്ല ലർഫ് മക്കാൻ മബനിയുൻ അൽ ഫതഹി വഹുവ മുളാം. അൽ ഹാഉ ദമീറുൻ മുത്തസിലുൻ മബനിയുൻ അല ദമ്മി ഫി മഹല്ലി ജർറിൻ മുളാഫിൻ ഇലൈഹി. പിന്നെ ഫൗഖഹു എന്നുള്ളത് സിലത്തുൽ മൗസൂൽ, അതിൻ്റെ മുകളിലുള്ളതായ യാതൊന്ന് എന്നാണ് കേട്ടോ. അപ്പം അതിൻ്റെ ജുംലൻ്റെ പല കാര്യങ്ങളും കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫൗഖ. പിന്നെ ലർഫ് മക്കാൻ എന്നും പറയും. പിന്നെ മഫൂലുൻ ഫീഹി എന്ന് പറയണത് എന്തുട്ടാ? ഓർമ്മയുണ്ടോ? മഫൂലുൻ ഫീഹി. ഒന്നാമത്തെ ബുക്കിൽ ആരെങ്കിലും ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു. മഫൂലുൻ ഫീഹി എന്ന് പറയുന്നത് ഞാൻ എന്തോ മഫൂലുൻ ഫീഹി എഴുതി വെച്ചിട്ടുണ്ട്, നോക്കാം. മഫൂലുൻ ഫീഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൂടെ ഉണ്ടാവണതല്ലേ ഫഅല പാറ്റേണില്. നമ്മളെ മൻസൂബാത്ത് പഠിച്ചപ്പോൾ ഒരു മഫൂലുൻ ഫീഹി പഠിച്ചില്ല അവിടെ.
അത് ജലസൽ മുദരിസോ എന്തൽ മുദീരി കൂടെ ഉള്ളതിനാണല്ലേ മഫൂൽ എന്നിട്ട് ഫീഹി അതിന്റെ എന്ന് പറയുന്നത്. അവിടെ ലർഫ് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അത് രണ്ടും സെയിം ആ അടുത്തുള്ള. ലർഫ് എന്നിട്ട് എന്തൽ മുദീരി എന്നിട്ട് ലർഫ് എന്ന് എഴുതിക്കണ്. അപ്പം മഫൂലു ഫിഹി എന്ന് പറയുമ്പോൾ ചില സമയത്ത് ഫെയിലിനോട് ചേർന്നിട്ട് വരുമ്പോഴാണ് തോന്നുന്നുണ്ട്. ഇൻഷാല്ല അപ്പം അത് പിന്നെ പഠിക്കാം. പിന്നെ അഴുത്ത വന്നിട്ട് നമ്മൾ വല സൗഫ യുഅതീക റബ്ബുക ഫതർദ അവിടൊക്കെ യുഅതീക അഴുത്ത യുഅതീക അതെനിക്കറിയില്ല കേട്ടോ. അവിടെ യുഅതീക എന്ന് പറയുമ്പോൾ അവിടെയും ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. നിങ്ങൾ ആ സുഹൃത്തു ഷറഹിൻ്റെ ആയത്തൊന്ന് ചെയ്ത് നോക്കി നോക്കി കേട്ടോ ഒഴിവുള്ളപ്പോൾ. യുഅതീക റബ്ബുക ഫതർദ. പിന്നെ എന്തായിരുന്നു? അപ്പോൾ ഇതാണോന്ന് ചോദിച്ചാൽ പറഞ്ഞ് സാഹിബുൽ മഹൽ ഹാദ ഇത് മുഷ്തരി ഖാലൽ മുഷ്തരി നഅം അതെ വ അഅ്തിനി എന്നല്ലത് അഅ്തിനി എന്നാണോ? ഖലമുർ റസാസി അഅ്തിനി ഖലമുർ റസാസി അല്ല, അത് നൂനുൽ വിക്കായൻ്റെതാണ്. ശരി, എനിക്ക് നീ ഒരു പെൻസിലും കൂടി കൊണ്ടുപോയോ, ഒരു പെൻസിൽ കേട്ടോ. റസാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഡ് എന്നൊക്കെ പറയാം. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്തായിരുന്നു? യെസ് ആൻഡ് ഗിവ് മീ പെൻസിൽ, എനിക്കൊരു പെൻസിലും കൂടി തായോ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ കേട്ടോ. വാവ് ഹർഫുൽ അത്ഫ് അഅ്തി അഅ്തി ഫിഅലു അംറിൻ മബ്നിയുൻ അലാ ഹദ്ഫി ഹർഫിലില്ല വൽ ഫായിലു ളമീറുൻ മുസ്തതറുൻ തഖ്ദീറുഹു അൻത അന്നൂനു നൂനുൽ വിഖായ യാ മുത്തകല്ലിം ളമീറുൻ മുത്തസിലുൻ മബ്നിയുൻ അലാ സുകൂനി ഫി മഹല്ലി നസ്ബിൻ മഫ്ഊലുൻ ബിഹി ഖലമ മഫ്ഊലുൻ ബിഹി സാനി മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ ഫത്ഹത്തു ളാഹിറ വഹുവ മുളാഫ് റസാസിൻ മുളാഫിൻ ഇലൈഹി. ഖലമുർ റസാസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെൻസിൽ കേട്ടോ, കടലാസ് പെൻസിൽ എന്നൊക്കെ പറയില്ല. അത് സാഹിബുൽ മഹല്ലി ഹാദാ ഖലമുർ റസാസിൻ, ഇതാ പെൻസിൽ, ഇത് പെൻസിലാകുന്നു എന്ന് പറയാം അല്ലേ. ഹാദാ ഖലമുർ റസാസി, ദിസ് ഇസ് എ പെൻസിൽ എന്ന് പറയാം. ഇതൊരു പെൻസിലാകുന്നു. ഹാദാ ഇസ്മുൽ ഇഷാറ മബ്നിയുൻ അലാ സുകൂനി ഫി മഹല്ലി റഫ്ഇൻ മുബ്തദഅ ഖലമു ഖബറുൻ മർഫൂഉൻ അലാമത്തു റഫിഹി അദ്ദമ്മത്തു ളാഹിറ വഹുവ മുളാഫ് റസാസിൻ മുളാഫിൻ ഇലൈഹി മജ്റൂറുൻ അലാമത്തു ജർരിഹി അൽ കസ്റത്തു ളാഹിറ. അഅ്തിനി ദഫ്തറൻ, എനിക്കൊരു നോട്ട് പുസ്തകം കൊണ്ടുവരൂ അല്ലെങ്കിൽ തരൂ. ഗിവ് മീ എ നോട്ട് ബുക്ക്, എനിക്കൊരു നോട്ട് പുസ്തകം തരൂ. അഅ്തി ഫിഅലു അംറിൻ മബ്നിയുൻ അലാ ഹദ്ഫി ഹർഫിൽ ഇല്ല വൽ ഫായിലു ളമീറുൻ മുസ്തതറുൻ തഖ്ദീറുഹു അൻത അന്നൂനു നൂനുൽ വിഖായ യാ മുത്തകല്ലിം ളമീറുൻ മുത്തസിലുൻ മബ്നിയുൻ അലാ സുകൂനി ഫി മഹല്ലി നസ്ബിൻ മഫ്ഊലുൻ ബിഹി ദഫ്തറൻ മഫ്ഊലുൻ ബിഹി സാനി അലാമത്ത് മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ ഫത്ഹത്തു ളാഹിറ. ഭയങ്കര എളുപ്പമുള്ള വാക്കുകളാണ്. സാഹിബുൽ മഹല്ലി അദ്ദഫാത്തിറു അൻവാഉൻ മുഖ്തലിഫത്തുൻ അദ്ദഫാത്തിറു അൻവാഉൻ മുഖ്തലിഫത്തുൻ, നോട്ട് പുസ്തകങ്ങൾ വ്യത്യസ്ത ഇനങ്ങളിൽ ഉണ്ട്. നോട്ട് ബുക്സ് ആർ ഡിഫറെൻറ്റ് ടൈപ്സ്, വ്യത്യസ്ത ടൈപ്പ് ഇനങ്ങളിൽ ഉണ്ട്. അദ്ദഫാത്തിറു മുബ്തദഅ മർഫൂഉൻ അലാമത്തു റഫിഹി അദ്ദമ്മത്തു ളാഹിറ അൻവാഉൻ ഖബറുൻ മർഫൂഉൻ അലാമത്തു റഫ്ഇഹി അദ്ദമ്മത്തു ളാഹിറ മുഖ്തലിഫത്തുൻ നഅതുൻ മർഫൂഉൻ അലാമത്തു റഫിഹി അദ്ദമ്മത്തു ളാഹിറ അല്ലെങ്കിൽ അൻവാ ഇനങ്ങൾ തരങ്ങൾ ടൈപ്സ് ഡിഫറെന്റ് ടൈപ്സ്. അതിന്റെ മുഫ്രദ് ഏകവചനം നൗഉൻ ആണ് കേട്ടോ. അൻവാഉൻ നൗഉൻ. അയ്യ നൗഇൻ തുരീദു, ഒരു മിനിറ്റ് കേട്ടോ, ശ്രദ്ധിച്ച് നോക്കിയാരാണ്. അയ്യ നൗഇൻ തുരീദു, അയ്യ നൗഇൻ തുരീദു അവിടെ വരെ ചില്ലറയുണ്ട്. വിച്ച് ടൈപ്പ് ഡു യു വാണ്ട് അല്ലേ? ഏത് ഇനമാണ് നീ ഉദ്ദേശിക്കുന്നത്? ഏത് ഇനമാണ് നിനക്ക് വേണ്ടത്, നീ ഉദ്ദേശിക്കുന്നത്? അയ്യ എന്നുള്ളത് എന്തായിരുന്നു? അയ്യ മഫൂലും ബിഹി അല്ലേ? മഫൂലും ബിഹി മുഖദ്ദമാണ്.
ഇതാണ് എന്താ പറയുക, ഇസ്മുൽ ഇസ്തിഫാം ആണെങ്കിലും നമ്മൾ മബനി ആണെങ്കിലല്ലേ അങ്ങനെ പറയാറുള്ളൂ. അപ്പോൾ അയ്യ എന്നുള്ളത് മഫൂലുൻ ബിഹി മുഖദ്ദം, മഫൂലുൻ ബിഹി മുഖദ്ദം. ആ ഓക്കെ, ബിസ്മില്ലേ. പിന്നെ വഹുവ മുലാഫ് നഅ്ഇൻ മുലാഫിൻ ഇലൈഹി തുരീദു ഫിഅലുൻ മുലാരിഉൻ മർഫൂഉൻ ബിദ്ദമ്മത്തി വൽ ഫായിലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു അൻത. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞിട്ട് ഈ പേജും കൂടി അവസാനിപ്പിക്കുക. ഖാലൽ മുഷ്തരി പറഞ്ഞു ഉരീദു ദഫ്തറൻ ദാ വറഖിൻ മുസത്തറിൻ അലാ ഗിലാഫിഹി ഖരീതത്തുൻ ലിൽ ആലമിൽ ഇസ്ലാമിയി. ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നു, ദഫ്തറൻ ഒരു നോട്ട് പുസ്തകം, ദാ ഉള്ള, വറഖിൻ മുസത്തറിൻ എന്ന് പറഞ്ഞാൽ ലൈൻഡ് പേപ്പറുള്ള, വറക്ക് എന്ന് പറഞ്ഞാൽ പേപ്പർ, മൈക്ക് പ്രശ്നമുണ്ട് കേട്ടോ. പേപ്പർ മുസത്തറിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരയുള്ള, ലൈൻഡ് പേപ്പർ വരയുള്ളത്. അല ഗിലാഫിഹി അതിൻ്റെ ഗിലാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചട്ട അല്ലെങ്കിൽ കവർ, ചട്ട എന്തായാലും കവർ എന്തുള്ളതായിരിക്കണം. ഗിലാഫി ഖരീതത്ത് എന്ന് പറഞ്ഞാൽ മാപ്പില്ലേ, മാപ്പ്, ഭൂപടം, മാപ്പുള്ള എന്തിൻ്റെ മാപ്പാ? ലിൽ ആലമിൽ ഇസ്ലാമി, ഇസ്ലാമിക് മാപ്പ്, വേൾഡ് മാപ്പ്, ഇസ്ലാമിക് വേൾഡ് മാപ്പ് ഉള്ളത് അതിൻ്റെ കവറിൽ, അതിൻ്റെ ഓൺ ഇറ്റ്സ് കവർ, അതിൻ്റെ കവറിന്മേൽ, അതായത് വരയിട്ടതായ ഇസ്ലാമിക ലോക മാപ്പിൻ്റെ ചട്ടയുള്ള ഒരു നോട്ട് പുസ്തകമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉരീദു ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ ബിദ്ദമ്മത്തി വൽ ഫായിലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു അനാ. ദഫ്തറൻ മഫ്ഊലുൻ ബിഹി മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ ഫത്ഹത്തുൽ ളാഹിറ. ദാ എന്നുള്ളത് സിഫ അല്ലെങ്കിൽ നഅത്ത്, ഏതിൻ്റെ? ദഫ്തറിൻ്റെ നഅത്താണ് ദാ എന്നത്. കണ്ടോ, സിഫത്തുൻ മൻസൂബത്ത് അല്ലെങ്കിൽ നഅത്തുൻ മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ അലിഫു ലിഅന്നഹു മിൻ അസ്മാഇൽ ഖംസത്തി. വറഖിൻ മുളാഫിൻ ഇലൈഹി മജ്റൂറുൻ അലാമത്തു ജർഹി അൽ കസ്റത്തുൽ ളാഹിറ. ഇനി വറഖിൻ്റെ സിഫയാണ് മുസത്തരിൻ എന്നുള്ളത് കേട്ടോ. മുസത്തരിൻ നഅത്തുൻ മജ്റൂർ അല്ലെങ്കിൽ സിഫത്തുൻ മജ്റൂറത്തുൻ അലാമത്തു ജർഹി അൽ കസ്റത്തുൽ ളാഹിറ അലാ ഹർഫു ജറിൻ മബ്നിയുൻ അല സുകൂനി ഗിലാഫി ഇസ്മുൻ മജ്റൂറുൻ അലാമത്തു ജർഹി അൽ കസ്റത്തുൽ ളാഹിറ അലാ ഗിലാഫി ജാറുൻ വ മജ്റൂറുൻ ഗിലാഫി വഹുവ മുളാഫ് അൽ ഹാഉ ളമീറുൻ മുസ്തസിലുൻ മബ്നിയുൻ അലൽ കസ്രി ഫീ മഹല്ലി ജറിൻ മുളാഫിൻ ഇലൈഹി. അപ്പോൾ ഇവിടെ ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നു, ഒരു ഇതിട്ടതായ ഇത് ഞാൻ ഉദ്ദേശിക്കുന്നു. അതിൻ്റെ ചൊട്ടയിൽ എന്തുണ്ടാവണോ? അതിൻ്റെ ചൊട്ടയിലുണ്ടാകണം അതിൻ്റെ ഖരീതത്തുനപ്പം എന്തായിരിക്കും? അതിൻ്റെ ഒരു മുബത്തദായിട്ടാണല്ലോ വരുന്നത് അല്ലേ? മാപ്പ് അതിൻ്റെ ചൊട്ടയിലുണ്ടായിരിക്കണം. അപ്പോൾ അതൊരു മുബത്തദാക്കി, വേറെ മുബത്തദാക്കുമ്പോൾ വേറെ ജുംലാവൂലേ? ഓക്കെ, ഖരീതത്തുൻ മുബത്തദാക്കി നിരക്കാം. മാപ്പ് മുബത്തദ മർഫൂൻ അലാമത്തു റഫി അള്ളമത്തു ലാഹിറ. ഖരീതത്തുൻ മാപ്പ് അലാ ഗിലാഫിഹി അതിൻ്റെ ചൊട്ടമേലുള്ളത്. അപ്പോൾ ഈ അലാ ഗിലാഫി നമുക്ക് ജാറുൻ മജൂറുൻ ശിബഹു ജുംല ഖബറാക്കി പറയാം, ഖരീതത്തുൻ മുബത്തദാക്കി പറയാം കേട്ടോ. ലിൽ ആലമി ജാറുൻ മജറൂറുൻ വഹുവ മുളാഫ് അൽ ഇസ്ലാമിയി മുളാഫിൻ ഇലൈഹി മജറൂറുൻ അലാമത്തു ജർഹി അൽ കസ്റത്തുൽ ളാഹിറ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ വേറെ ഏതാ? ഇസ്ലാമി മുളാഫിൻ ഇലൈഹി മജറൂറുൻ, അതാണോ ചോദിച്ചത്? ലിൽ ആലമി ജാറുൻ വ മജറൂറുൻ, ലോകത്തിൻ്റെ, ഇസ്ലാമിക ലോകത്തിൻ്റെ മാപ്പ്. അലാ ഇലാഫിഹി ശിബു ജുംല ഖബർ മുഖദ്ദം പറഞ്ഞു. ഹരീതത്തു മുബത്തദ മുഅഖർ വഹുവ മുളാഫ് ആലമി മുളാഫിൻ ഇലൈഹി. ലിൽ ആലമി ആലമിയാണ് അല്ലേ? ലോകത്തി ഇസ്ലാമിക, അത് മുളാഫിനിലേക്ക് ഇസ്ലാമിക ലോകത്തിൻ്റെ
അപ്പൊ ലോകത്തിന്റെ അത് നാത്തായിട്ട് വരും ടീച്ചറെ ഇസ്ലാമിയ. അല്ല ലില്ലില്ലല്ലോ മാം ഇവിടെ. എൻ്റെ ലില്ലില്ല. ബുക്കിലുണ്ട്. അല്ല അല്ല ആലമീന്നാണ്. ലില്ലില്ല. അല്ല ലില്ല ആലമി തന്നെയാണ് ഇതിലുള്ളത്. നമ്മളെ ഹരീക്കത്തുൽ ആലമിയാണ് ഞങ്ങളുടേത്. ഹരീത്തുൽ ആലമി. അപ്പോൾ കറക്റ്റായി. ഇസ്ലാമിക ലോകത്തിൻ്റെ മാപ്പ്, അതാണ് ശരിക്കും കറക്റ്റ്. ഇവിടെ നീട്ടപ്പോഴാണ്. അപ്പൊ മുദാഫിലേക്ക് അതാ ഞാൻ അപ്പോൾ ചോദിച്ചു. കറക്റ്റായിട്ട് കിട്ടും. ഹരീത്തത്തുൽ ആലമിൽ ഇസ്ലാമി, ഇസ്ലാമിക ലോകത്തിൻ്റെ മാപ്പ്, അതാണ് ശരിക്കും ശരിയായിട്ട് വരേണ്ടത്. ഈ ലാമില്ല, അപ്പോൾ ശരിക്കും കിട്ടും കേട്ടോ. ഓക്കെ. അപ്പോൾ സാഹിബുൽ മഹലി ചോദിച്ചു അതുരീദൂന ഷെയ്അൻ ആഖറ, നിനക്ക് വേറെ അപ്പൊ ടീച്ചറെ എനിക്ക് ഇസ്ലാമിയ എന്നുള്ളത് സിഫയാണോ? അല്ലടാ, അതിന് ഇതല്ലേ മുലാഫിന് ലേഹിയല്ലേ. അപ്പോൾ മുദാഫിലേക്ക് തന്നെ അല്ലേ? മുലാഫിൻ വസത്ത് ഇസ്ലാമിൻ്റെ ലോകത്തിൻ്റെ കണ്ടോ അൽ ഇസ്ലാമീന്നല്ലേ കൊടുത്തിട്ടില്ല. അപ്പോൾ മുലാഫിൻ ഇലൈഹി മജ്റൂർ അല്ല, അല്ലാണ്ട് സിഫയാവുമ്പോൾ ആണോ? ആലമിൽ ഇസ്ലാമിയ വരുമ്പോ ഇസ്ലാമിയാണ് കൊടുത്തിട്ടുള്ളത്. ഇസ്ലാമി അല്ല ഇസ്ലാമി. പിന്നെ അലിഫ്ലാം ഉണ്ടോ ആലമിന്? ഇതിൽ മൊത്തത്തിൽ സ്പെല്ലിങ് തെറ്റാ. അൽ ആലമീന്നാ കൊടുത്തിട്ടുള്ളത് അല്ലേ. അൽ ആലമി അൽ ഇസ്ലാമി. അപ്പോൾ അലിഫ്ലാം ഉണ്ടെങ്കിൽ അപ്പോൾ ആ മുലാഫ് മറ്റേതിന് ഇതില്ല കേട്ടോ. അപ്പോൾ ശരി, ഹരീത്തത്തുൻ അൽ ആലമി അൽ ഇസ്ലാമി അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ മൊത്തത്തിൽ ആകെ തലതിരിച്ചു കൊടുത്തല്ലേ. അപ്പൊ അവിടെ അതുണ്ടായിട്ടില്ല. ശരി. അപ്പോൾ ഹരീത്തത്തു മുബ്തദഅ വഹുവ മുലാഫ് അൽ ആലമി മുലാഫിൻ ഇലൈഹി മജ്റൂറുൻ അലാമത്തു ജർഹി അൽ കസ്റത്തു ളാഹിറ അൽ ഇസ്ലാമി സിഫത്തുൻ മജ്റൂറു അല്ലേ, മജ്റൂറത്തു. അപ്പോൾ ഇത് നാത്താണ് കേട്ടോ. അങ്ങനെ വരുമ്പോൾ നാത്താണ്. അലിഫ്ലാം ഉണ്ടെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ സാഹിബുൽ മഹല്ലി ചോദിച്ചു അതുരീദു ഷെയ്അൻ ആഖറ, നിനക്ക് വേറെ എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചപ്പോൾ ലാ എന്ന് പറഞ്ഞു. അപ്പോൾ ഹംസ ഹർഫുൽ ഇസ്തിഫാം മബ്നിയുൻ അലൽ ഫത്ഹി തുരീദു ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ ബിളമ്മതി വൽ ഫായിലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു അൻത ഷെയ്അൻ മഫൂലു ബിഹി മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ ഫത്ഹു ളാഹിറ. ആഖറ എന്നുള്ളത് സിഫത്തുൻ മൻസൂബ് അല്ലേ, അല്ലെങ്കിൽ നഅത്തുൻ മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ ഫത്ഹത്തു ളാഹിറ. മംനൂ മിന സർഫാണ് കേട്ടോ, അതുകൊണ്ടാണ് തൻവീനില്ലാത്തത്. ആഖറ നമ്മൾ പഠിച്ച വാക്കല്ലേ ആഖറ. ലാ എന്നുള്ളത് ഹർഫു ജവാബിൻ. അപ്പോൾ അത്രയും മതി കേട്ടോ.